64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി HSS വിഭാഗം ബോയ്സിന്റെ അവസാനിച്ചിരിക്കുകയാണ്. അതിൽ എ ഗ്രേഡ് ലഭിച്ച കണ്ണൂർ സ്വദേശി ധനുഷാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. ആശംസകൾ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നന്നായിരുന്നു, എല്ലാവരും നന്നായിട്ട് ചെയ്തു. ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് ഫസ്റ്റ് കയറുമ്പോ, പക്ഷെ എല്ലാരും കണ്ടപ്പോ അവര് കൂളായി. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. അതിനു മുൻപ് ജില്ല വരെ ഒക്കെ ഉണ്ടായിരുന്നു. എത്ര നാളായി ഈ മിമിക്രി പഠിക്കാൻ തുടങ്ങിയിട്ട്? മിമിക്രി ചെറുപ്പത്തിലെ ഉണ്ട്. അച്ഛനാണ് പിന്നെ എന്റെ കൊണ്ട് വന്നത്. അച്ഛൻ മിമിക്രി ചെയ്യാറുണ്ടോ? മിമിക്രി ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും ചിലരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ അതേ പാരമ്പര്യം തന്നെയാണ് മകനും പിന്തുടരുന്നത് അല്ലെ? മകനിലൂടെ നമുക്ക് 2 പെർഫോമൻസ് കാണിച്ചാലോ പ്രേക്ഷകർക്ക് വേണ്ടി? ഞാൻ ആദ്യമായി വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ. അതായത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഒരു വോട്ട് ഒരു തട്ട് ഒരു മുട്ട് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് മുട്ടാൻ വേണ്ട. പിന്നെ VS അച്യുതാനന്ദ സാറിന്റെ ശബ്ദം. അതായത് പ്രബുദ്ധരായ വോട്ടർമാരാണ് തൃശ്ശൂരിലുള്ളത് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. ഇല്ല ഇല്ല. പുതിയ താരങ്ങളെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട്? താരങ്ങളല്ല, പിന്നെ ഇതുപോലുള്ള ഓരോ അനിമൽ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതും കൂടി ഒന്ന്. ആദ്യമായിട്ട് ഇപ്പം ഒരു ഹെലികോപ്റ്റർ ഇലക്ഷൻ കമ്മീഷൻ, ഇതൊരു നിയമസഭ അതൊക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പം ഒരു ഇലക്ഷൻ കമ്മീഷൻ ഹെലികോപ്റ്ററിൽ വരുന്ന ശബ്ദം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ മൃഗങ്ങൾ ഇലക്ഷൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ആ സാധനവും അത് നേരെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരിലേക്ക് വന്നിട്ട് ഒരു പുതിയ സാധനമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു അനിമൽ പിന്നീട് ഒരു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ 2 എന്താ പറയാ, ഫസ്റ്റ് ഒരു അരിക്കൊമ്പനാണ് ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ, അപ്പോ അരിക്കൊമ്പന് സ്ഥാനാർത്ഥിയായിട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പാണ്ടൻ പട്ടിയാണ്. അപ്പം സ്ഥാനാർത്ഥിയായ ഈ ഒരു പാണ്ടൻ പട്ടിക്ക് ഒരു കല്ലേറ് കൊള്ളുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഓരോ അനിമൽസ് വരും, അങ്ങനെയാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. പൊതുവേ ഈ പ്രാവശ്യം കുട്ടികളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിരക്കുകൾ ഇപ്പോൾ ജഡ്ജസും ആ കാര്യങ്ങൾ പറഞ്ഞു, ഷാജിക്കുടീനൊക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായി. പിന്നെ പുതിയ ടീമുകൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായി. നല്ലൊരു നിലവാരമുള്ള മത്സരമായിരുന്നു. അച്ഛൻ ഈ കലോത്സവ വേദികളിലൊക്കെ സജീവമായിരുന്ന ഒരാൾ, സജീവമായിരുന്ന സംസ്ഥാന തലത്തിലൊക്കെ ഇതേ ഇവിടെ തന്നെ വെച്ചിട്ട് സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് മോണോക്ടിനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് മകനും അതേ വേദിയിൽ തന്നെ എ ഗ്രേഡ് കിട്ടുമ്പോൾ ഇരട്ടി സന്തോഷം. ഇപ്പൊ ഞാൻ മിമിക്രിയിലല്ല, പകരം ഇപ്പോ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഗാനമേള വേദിയിൽ അവതാരകനായിട്ടൊക്കെയാണ് ഇപ്പോഴുള്ളത്. ഇപ്രാവശ്യത്തെ എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ കളിച്ച സ്റ്റേജിൽ നിന്നാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റിയത്. ഇവിടെയും അച്ഛൻ മുമ്പേ കളിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ കളിച്ചൊരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റി, വരാൻ പറ്റി. എന്തായാലും അച്ഛനും മകനും, അച്ഛൻ മിമിക്രി അവതരിപ്പിച്ച് 1ാം സ്ഥാനം നേടിയ അതേ വേദിയിൽ തന്നെ മകൻ എ ഗ്രേഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷം കൂടിയാണ് ധനുഷും അച്ഛനും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.